Good morning, all. Good morning. Good morning, Miss. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ? Excuse me. ഓക്കെ, മഴയാണല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ സിനാന ഇന്ന് ലീവ് വന്നപ്പോ മഴയില്ല. എന്തോ? ഇന്ന് സ്കൂളിനൊക്കെ ലീവ് തന്നപ്പോ മഴയില്ല. അതെ. ഓക്കെ, ഇവിടെ ഒന്നും അവധിയില്ല. എറണാകുളത്തിൽ വന്നില്ല. ഇന്നലെ ആയിരുന്നു പിന്നെയും കൂടുതൽ. ഇപ്പൊ കുഴപ്പമില്ല, രാത്രി നടക്കണം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? നമ്മള് മോഡൽസ് അല്ലെ, മോഡൽ വർക്ക്സ് ഒക്കെ ഫിനിഷ് ആയി. Okay, today we are going to start with prepositions. What is prepositions? Can you say preposition എന്താണ്? Can you say some examples for preposition? ഏതൊക്കെയാണ് preposition? Preposition എന്താണ്? In, on, under, okay, at. Yes, the preposition ആണ്. At. Okay. The article ആണ് അല്ലേ? A and the article വരും. Okay, in, on, under. Then what? Say A and the are articles. Okay, A and the are articles. Okay, in, on, under, before, after, between. All these come under what prepositions? Between. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന രീതി യൂസ് ചെയ്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന prepositions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. In, on, at. Okay, in, on, at. What is a preposition? Preposition എന്ന് വെച്ചാൽ എന്താണ്? Position words ആണ് അല്ലെ, which determines the position of a noun. ഒരു nounന്റെ പൊസിഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് prepositions ആണ്. അതുകൊണ്ട് തന്നെ അതിന് പൊസിഷൻ വേർഡ്സ് എന്ന് കൂടി പറയുന്നുണ്ട്, prepositions. ഓക്കെ, in, on, at ആണ് നമ്മൾ ഇതിന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. Then, ഓക്കെ, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Excuse me. Yes, Miss. Okay. Prepositions in, on, at. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന prepositions ആണ് ഇതെല്ലാം. In, on, at. എപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? അല്ലെ, prepositions of place ആയിട്ടും prepositions of time ആയിട്ടും നമ്മൾ ഈ prepositions ഉപയോഗിക്കുന്നുണ്ട്. In, on, at. അതായത് ടൈമിനെ സൂചിപ്പിക്കുന്നതായിട്ടും പ്ലേസിനെ സൂചിപ്പിക്കുന്നതായിട്ടും നമ്മൾ ഈ മൂന്ന് prepositions കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. Okay, I'll read it. The prepositions in, on, and at have different uses for referring to place and time. അതായത് place, time റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് prepositions ഉപയോഗിക്കുന്നത്. അത് ഡിഫറെന്റ് യൂസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. You can note it down all these prepositions in, on, at and when it is used. ഇത് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സ്ഥലത്ത്, ഏതൊക്കെ പ്ലേസിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, prepositions of place ഫസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. in ആണ്. ഓക്കെ, എവിടെയാണ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. To indicate that something is inside a larger space such as a country, city, village, room, etc. അതായത് ഒരു ലാർജർ സ്പേസിനുള്ളിൽ, അതായത് കൺട്രി ആകാം,
ഒരു രാജ്യമാകാം, വില്ലേജ്, സിറ്റി, അല്ലെ, അതിനുള്ളിൽ വരുന്ന ഒരു അല്ലെ കൺട്രി ആകാം, സിറ്റി, വില്ലേജ്, റൂം, അതെല്ലാം നമ്മൾ ഇൻ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. നോക്കിക്കേ, ഹീസ് ഇൻ ഫ്രാൻസ്. ഓക്കെ, അവൻ ഫ്രാൻസിലാണ് അല്ലെ, ഹീസ് ഇൻ ഫ്രാൻസ്. ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു അല്ലെ, ഹീസ് ഇൻ ഫ്രാൻസ്. ഒരു സിറ്റി ആകാം, ഒരു ലാർജർ സ്പേസിനുള്ളിൽ വരുന്നത് എന്തുമായിക്കോട്ടെ അത് നമ്മൾ ഇൻ ഉപയോഗിച്ചിട്ടാണ് റെഫർ ചെയ്യുന്നത്. നോക്കിക്കേ, they live in Delhi. അവര് ഡൽഹിയിലാണ് ജീവിക്കുന്നത്, ഡൽഹിയിലാണ് താമസിക്കുന്നത്. They live in, I live in Parur, I live in Ernakulam, we live in Ernakulam. ഓക്കെ, ഒരു ലാർജ് സ്പേസിനുള്ളിൽ വരുന്ന അല്ലെ അവിടെയാണ് താമസിക്കുന്നത്. വരുന്ന കൺട്രി ആകട്ടെ, സിറ്റി, വില്ലേജ്, റൂം, ഏതുമാകട്ടെ, we refer what, which preposition we use? In ആണ് ഉപയോഗിക്കുന്നത്. ഇൻ ഉപയോഗിച്ച് പറയുന്നു. I work in this room. ഓക്കെ, ഈ റൂമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഐ എം വർക്കിംഗ് ഇൻ ദിസ് റൂം, ഐ എം വർക്കിംഗ് ഇൻ ദിസ് റൂം. അല്ലെ, ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു റൂമിനുള്ളിലാണ് അല്ലെ. Then we use preposition in. ഒരു ലാർജർ സ്പേസിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ഒരു കൺട്രി ആകാം, സിറ്റി, വില്ലേജ്, റൂം, അല്ലെ, ഇതെല്ലാം നമ്മൾ ഇൻ ഉപയോഗിച്ച് പ്രിപ്പോസിഷൻ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. Can you give me some examples for this? Which denotes the place. Okay, preposition of place ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, can you give me some examples for this? Excuse me. I work in Dubai. Excuse me. I work in Dubai. Yes, I work in Dubai. Okay, it's in a large space. Okay, I work in Dubai. Yes, good. Then next one. Can you give me? My grandmother was born in Sweden. Okay, my grandmother was born in Sweden. Sweden-ലാണ് എന്റെ grandmother ജനിച്ചത്. Was born in Sweden. It's in a large space, large. Okay, when we refer the thing, അതായത് something is inside a larger space, we use in ഉപയോഗിച്ചാണ് പറയുന്നത്. He's in France, they live in Delhi, I work in this room. All these are examples. Okay, in the next case we see that to show the location inside a building. ഒരു ബിൽഡിങ്ങിന്റെ അകത്തുള്ള ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ ഇൻ ഉപയോഗിച്ച് പറയുന്നു. പ്രിപ്പോസിഷൻ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് വരുമ്പോൾ അല്ലെ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത് ഇൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഐ മീൻ സ്കൂൾ, ഐ എം വർക്കിംഗ് ഇൻ എ സ്കൂൾ. ഓക്കെ, സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം വർക്കിംഗ് ഇൻ എ സ്കൂൾ. എല്ലാ മാർച്ച് ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് അല്ലെ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വരുന്ന ഒരു സ്പെസിഫൈ ചെയ്യുന്നത്, ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നതിനും നമ്മൾ ഇൻ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഐ എം ഇൻ സ്കൂൾ. ഓക്കെ, the teacher is working in school. സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. The teacher is in school. The students are in school. Students സ്കൂളിലാണ്. Then she is in the hospital. Okay, she is in the hospital. Our hospital-ലാണ്. My office is in this building. Is in this building. My office and officer ഈ ബിൽഡിങ്ങിലാണുള്ളത്. ഓക്കെ, ഈ ബിൽഡിങ്ങിനുള്ളിലാണുള്ളത്. അങ്ങനെയുള്ള മീനിങ് ആണ്. My office is in this building. ഓക്കെ, എന്റെ ഓഫീസ് ഈ ബിൽഡിങ്ങിൽ ആണ്, ഈ കെട്ടിടത്തിലാണ്. Yes, good. I was born in April 2002. Yes, good. It is showing the time, April 2002. We'll discuss it later. Okay, then I'm in school. To show, to specify the building, the location inside a building, we use the preposition in ഉപയോഗിച്ചാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? I am in school, she's in the hospital, my office is in this building. ഈ ബിൽഡിങ്ങിലാണ് എന്റെ ഓഫീസ്. അപ്പൊ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഓഫീസ്, എന്റെ ഓഫീസ് ഈ ബിൽഡിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ ഇൻ ഉപയോഗിച്ച് പറയുന്നു. കുറച്ചുകൂടി എക്സാമ്പിൾസ് പറയാമോ നിങ്ങൾക്ക്? Can you give me some examples by using to refer a location inside a building? Inside a building.
Can you give me some examples for this? In. Then in the next case we see that I live in Italy. Yeah, country. Okay, fine. I live in Italy. To show the position inside an enclosed area. Enclosed area, അതായത് ചുറ്റിനും ഒരു പരിധിക്കുള്ളിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു ഏരിയ എൻക്ലോസ്ഡ് സ്പേസ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ദ പെൻസിൽ ഇൻ ദ ബോക്സ് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ് അല്ലെ എൻക്ലോസ്ഡ് ആണ്. Then the pencil is in the box. It is in my pocket. Okay, it is in my pocket. The money is in my pocket. The pocket in ullilana. The apples are in the refrigerator. Refrigerator lana, fridge lana in the apples. And apples are in the refrigerator. The clothes are in the wardrobe. Wardrobe in ullilana. Clothes vechirikkunnu. The clothes ullathu. Okay, enclosed area ilanengil to show the position or enclosed area kullilanengil nammal in upayogichu parayunnu. The snacks are in the the snacks are in the bottle or tiffin box. Okay, you can say the snacks are in the. Okay, then what else? You can give more examples by using this. Mom is working in the kitchen. Yes, mom is working in the kitchen. Inside the kitchen. Yes, good. Then in the tin, the snacks are in the tin. You can say that. Yes, the box. Then what else? What else? You can give more examples by using this. It is an enclosed area to specify the position inside the enclosed space. The birds sit in the cage. Yes, good. Yes, the birds sit in the cage. Okay, good. Agattana, ullilana. Yes, ullilana. Okay, fine. In the next situation, when it is used to denote small vehicles with confined space, such as taxi, a car, we use in. അതായത് ഒരു സ്മോൾ വെഹിക്കിൾ അല്ലെ കുറച്ച് പരിമിതിയുള്ള ചെറിയ വെഹിക്കിൾസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ എന്തുപയോഗിക്കുന്നു ഇൻ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പോസിഷൻ ഇൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത് such as a car, taxi. Okay, we are in the car. Get into the car. You say that. നമ്മൾ പറയില്ലേ get into the car. അകത്തേക്ക് കയറൂ അല്ലെ കാറിൽ അകത്തേക്ക് കയറൂ. പക്ഷെ at the same time when we say about a bus, what we say bus ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? We are in the car. I am coming in my car. ഞാൻ വരുന്നതിന് കാറിലാണ്. കാറ് ടാക്സി ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രിപ്പോസിഷൻ ഇൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. Preposition in is used when we refer about a taxi, a car. We use the preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. But at the same time, when we say about the public transportationന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഏത് preposition ആയിരിക്കും ഉപയോഗിക്കുന്നത്? Can you say that? Screen കാണുന്നില്ലേ? Excuse me. Screen കാണുന്നില്ല? Yes, miss. Just a second. കാണുന്നുണ്ട്. Okay, Sunaina. Just wait.
Can you see it now? Can you see it? Okay. Then we are in the car. When we refer about a small car, it is confined, okay, with confined space. Small vehicles with confined space, okay, like such as taxi, car, we use in, preposition in ആണ് ഉപയോഗിക്കുന്നത്. അതായത് ചെറിയ vehicles, അതായത് car, taxi ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് preposition ആണ് ഉപയോഗിക്കുന്നത്? In ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. But at the same time, when we say about public transportation like bus, plane, ship, which preposition we use? Which preposition? Can you say that? When we are traveling, but we say we are traveling on a bus. On ഉപയോഗിക്കുന്നത് is good. On a bus. We are traveling on a bus. We are on a bus. ഞങ്ങള് ബസ്സിലാണ്. At the same time, bicycle ആണ്. What we use? Which preposition? Bicycle. ഞാൻ ബൈസിക്കിളിലാണ്. How can we say? Which preposition we use? Bicycle. Bicycle, bike. Which preposition we use? On ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. On. Okay, on. Bicycle, bike, on ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ്. ഇൻ എപ്പോഴാണ് പ്രിപ്പോസിഷൻ? ഇൻ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആയിട്ട് സ്ഥലങ്ങൾ അല്ലെ, ഏതൊക്കെ സ്ഥലത്ത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിപ്പോ കണ്ടത്. ഫസ്റ്റ് വൺ, ടു റെഫർ, ടു ഇൻഡിക്കേറ്റ് ദാറ്റ് something is inside a larger space, such as a country. When we say about a country, village, room, city, etc., we use in preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. For example, he is in France. He is living in France. We are living in India. We are living in India. We are inside. Okay, നമ്മുടെ അകത്താണ് അല്ലെ, ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഒരു ലാർജ് സ്പേസിനുള്ളിലാണ്, ലാർജ് ഏരിയയുടെ ഉള്ളിലാണ് ഇൻ ഉപയോഗിച്ച് പറയുന്നു. I work in this room. ഈ റൂമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. Okay, I work in this room. I live in Ernakulam. I live in Ernakulam. Okay, we use in. Then to specify the location inside a building, ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു ലൊക്കേഷൻ പറയുന്നതിന് അല്ലെ നമ്മൾ ഇൻ ഉപയോഗിച്ച് പറയുന്നു. ഫോർ എക്സാമ്പിൾ, I am in school. I am in school. സ്കൂളിലാണ് ഞാൻ ഉള്ളത് അല്ലെ. I am in school. She is in the hospital. She is working in a school. Okay, the students are in a school. Okay, then my office is in this building. In this building, ഈ ബിൽഡിങ്ങിലാണ് എന്റെ ഓഫീസ് ഉള്ളത്. At the same time, ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് ഉള്ളത് എന്ന് പറയുമ്പോൾ which preposition we use? ഏത് ഫ്ലോറിലാണ്, ഈ ബിൽഡിങ്ങിലാണ് എന്റെ ഓഫീസ് ഉള്ളത്. My office is in this building. Okay, my office is ഏത് ഫ്ലോറിലാണെന്ന് ഉപയോഗിക്കും. ഏത് ഫ്ലോറിലാണെന്ന് പറയുമ്പോൾ which preposition we use? Can you say that? പറയാൻ പറ്റും. ഏത് preposition ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? You can speak. Again, say ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് ഉള്ളത്? ഏത് ഫ്ലോറിലാണ്? My office is on the third floor. You can use this preposition on ഉപയോഗിക്കാം. ഓൺ ഉപയോഗിച്ചിട്ടാണ് ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് ഉള്ളത്. My office is on the third floor. It's on the, my apartment is on the fifth floor. എന്റെ അപ്പാർട്ട്മെന്റ് ഉള്ളത് ഫിഫ്ത് ഫ്ലോറിലാണ്. You can say that on ഉപയോഗിച്ച് നമ്മൾ ഏത് ഫ്ലോറിലാണ്, ഏത് സർഫസ് അല്ലെ, ലൊക്കേഷൻ പറയുമ്പോ which floor we are living.
Okay, which floor? പറയുമ്പോൾ നമുക്ക് ഓൺ ഉപയോഗിച്ച് പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. Then ബിൽഡിംഗിൽ പറയുമ്പോൾ ഏത് ബിൽഡിംഗിലാണ് അല്ലെ, ബിൽഡിംഗിലാണെന്ന് പറയുമ്പോൾ ഇൻ ഉപയോഗിക്കുന്നത്. Then to show the positions in an enclosed area. The money is in my pocket. The money is in my pocket. It is in my pocket. The pencil in the box. Okay, then it is in the tiffin box. The snacks is in the tiffin box. Then but the apples are in the refrigerator. It is an enclosed area. It is an enclosed area. അല്ലേ, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അതിനുള്ളിലാണ് അതുള്ളത്. ഓക്കെ, then the clothes are in the wardrobe. Wardrobe-നുള്ളിലാണ് എന്റെ clothes ഉള്ളത്. It's in an enclosed area, so we refer which preposition we use. in ഉപയോഗിച്ച് പറയുന്നു. Then what else? To denote small vehicles with confined space, അതായത് confined ആയിട്ടുള്ള ഒരു പരിമിതിയിലുള്ള സ്പേസ് ഉള്ള ചില vehicles, അതായത് ടാക്സി, കാർ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? Which preposition we use? It is in. We use in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. We are in the car. I'm traveling in my car. I'm traveling in my car. I'm coming in my car. We use in ഉപയോഗിച്ചിട്ട് പറയുന്ന preposition of place ആയിട്ട് ഇന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിപ്പോ കണ്ടത്. ക്ലിയർ ആണോ? Is it clear? Yes, miss. Okay, then when we say about print media, that is in newspaper. I read it in newspaper. Okay, you say that I read it in the newspaper. I saw it in the newspaper. ഞാൻ കണ്ടതാണ്. I read it in the newspaper. ഒരു print media ആണ് അല്ലേ, അത് നമ്മൾ in ഉപയോഗിച്ച് പറയുന്നത്. But we refer what social medias like internet, then TV, medias, TV, radio, all these when we refer, what we use, which preposition we use, അതെല്ലാം on ഉപയോഗിച്ച് പറയുന്നു. I read this, I saw this on the TV, അല്ലേ? Okay, I hear this on the radio. You say this. Okay, print media മാത്രം അല്ലെ, print media, newspaper പറയുമ്പോൾ നമ്മൾ in ഉപയോഗിച്ച് പറയുന്നു. But at the same time when we refer medias, other medias, we like TV, radio, we use on. Preposition on ഉപയോഗിച്ച് പറയാം. നമുക്ക് ഒന്നുകൂടി അത് on ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. Okay, preposition of time. ക്ലിയർ ആണോ ഇത്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? Any doubts? Do you want any clarification from any word? What about others? Is it clear to all? Trina is not in proper position. What about others? You cannot see her. You cannot see. Excuse me. Screen കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീന് ചില ഭാഗങ്ങൾ കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ട്, നേരത്തെ കാണുന്നില്ലായിരുന്നു. ആണോ? Okay. Then next one is preposition of time. അല്ലെ, ടൈം എപ്പോഴാണ്, സമയം, ഏതൊക്കെ സമയങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്? preposition ഇന്ന് ഉപയോഗിക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലാണെന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. preposition of place ആയിട്ട് ഇന്ന് എങ്ങനെ ഉപയോഗിക്കാം? preposition of ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ലൊക്കേഷൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ഉപയോഗിക്കുന്നതെന്നാണ്. ലാർജ് സ്പേസ്, ബിൽഡിങ്ങിനുള്ളിൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് preposition of time ആയിട്ട് in എങ്ങനെ ഉപയോഗിക്കും? Then first one, used to talk about longer periods of time such as months, years, seasons, decades, centuries, etc. We use in ഉപയോഗിച്ച് പറയുന്നു കേട്ടോ. We use in. The preposition in ആണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. മന്ത്സിന് അല്ലെ, മന്ത്സിനെ കുറിച്ച് പറയാൻ, മാസങ്ങൾ, ഇയേഴ്സ്, വർഷങ്ങൾ. I was born in 1985. I was born in, അല്ലെ, she was born in 2010. She was born in, അവൾ ജനിച്ചത് അല്ലെ, വർഷങ്ങൾ പറയുന്നത് നമ്മൾ അതിന് മുൻപിൽ ഉപയോഗിക്കുന്നത് ഇന്നാണ്. preposition in ഉപയോഗിച്ച് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപിൽ in ഉപയോഗിച്ച് പറയുന്നു. അതേസമയം മാസങ്ങൾക്ക് മുൻപിൽ അല്ലെ,
മാസങ്ങൾക്ക് മുൻപിൽ എന്ത് ഉപയോഗിക്കുന്നു? ഐ ലവ് ടു ഗോ ദർ ഇൻ ഏപ്രിൽ. ഏപ്രിലിൽ പോകാനാണ് എനിക്ക് അവിടെ ഏപ്രിലിൽ പോകാനാണ് ഇഷ്ടം. ഇൻ ഏപ്രിൽ അല്ലെ, മന്ത് ഓഫ് ഏപ്രിൽ. മന്ത് പറയുമ്പോൾ അല്ലെ, മാസങ്ങൾ പറയുമ്പോൾ അതിന് മുൻപില് ഇൻ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഐ ലവ് ടു ഗോ ദർ ഇൻ ഏപ്രിൽ. ഓക്കെ, ഐ വാസ് ബോൺ ഇൻ. ഇയേഴ്സ് പറയുമ്പോൾ 1995 ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ 1995. They moved to the US in 2019. വർഷങ്ങൾക്ക് മുൻപിലായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഇൻ ആണ് ഉപയോഗിച്ച് പറയുന്നത്. ഇയേഴ്സ് പറയുമ്പോൾ ഇൻ ഉപയോഗിച്ച് പറയുന്നു. ഇവിടെ പറയുന്നു months, years, decades, seasons, centuries. We refer what? In. Preposition in ആണ് ഉപയോഗിക്കുന്നത്. Then next one is centuries. We use in. She was talking about what happened in the 17th century. അല്ലെ, 17th centuryയിൽ എന്ത് സംഭവിച്ചു എന്നാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. She was talking about what happened in the 17th century. When we refer centuries, we use in ഉപയോഗിച്ച് പറയുന്നു. 17th century. The movies of the 1900s were amazing. Okay, ഇയർ പറയുമ്പോ അല്ലെ, ആ ടൈമിലത്തെ മൂവീസ് വളരെ അമേസിംഗ് ആണ്. In the Okay, the movies of the, sorry, some mistake is there. Okay, I'll refer it in the next class. Okay, seasons. Then we say about seasons. In the spring, I will lose weight. Okay, okay, loss agum, weight loss agum in the season. In that season, I will lose weight. Then in the spring, I will lose weight. Okay, the weight loss aguna season ആണ് spring. It is too hot in summer. Okay, it is too hot in summer. Summer season, in summer. Okay, in summer, in the spring, in the winter. Okay, in winter, we can say that season ന് മുമ്പിലും നമ്മൾ എന്ത് ഉപയോഗിച്ചാണ് പറയുന്നത്? in ഉപയോഗിച്ച് പറയുന്നു. in ഉപയോഗിച്ച് പറയുന്നു. Then it is too hot in summer. Then for long periods, when we say about long periods, we use in. This was done in the Middle Ages. This was happened in the Middle Ages. Okay, Middle Ages ilana idu sambhavichadu, idu nadanadu. Ulla meaning parayumbol longer periods. In the past it is happened. In the present, in the future, we say what? Which preposition? They use. Excuse me, Martin. Excuse me. Excuse me, Martin. Are hearing? Yes. Then, in the past, in the present, in the future, we say which preposition we use? In ആണ് ഉപയോഗിച്ച് പറയുന്നത്. For longer periods, okay, we use in ഉപയോഗിച്ച് പറയുന്നു. Can you give me some examples for this? in ഉപയോഗിച്ച് പറയുന്നു. Can you give me some examples? Prepositions. Can you give me some examples? Months in the മുമ്പിലും years വർഷങ്ങളുടെ മുൻപില്, seasons, decades, centuries അല്ലെ, ഇതിന് മുൻപില് നമ്മൾ ഏത് preposition ആണ് ഉപയോഗിക്കുന്നത്? in ഉപയോഗിച്ച് പറയുന്നു. Preposition I am going to a trip in the month of December. Yes, good. In the month of December. But at the same time, when we refer about a date, we use which preposition? ഒരു day അല്ലെങ്കിൽ date ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഏത് preposition ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്? Can you say that? അതായത് ഒരു date. Yes, good. Yes, on ഉപയോഗിച്ച് പറയുന്നു കേട്ടോ. ഒരു day ആകാം. On Monday. Okay, on Sunday. When we say about days, when we refer days, we use the preposition on. At the same time, on the 18th of May, 18th of May, date 18th of May, on we use. Okay, we'll discuss it later. Then, can you give me more examples by using in?
The flood was happened in which year? The pandemic COVID spread on. Can you give me some examples by using in? Anyone, please tell me. You understand? മനസ്സിലായോ? ഇന്ന് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? Used to talk about longer periods of time, such as months. അതായത് month, മാസങ്ങളുടെ മുൻപിൽ, വർഷങ്ങളുടെ മുൻപിൽ, seasons, അല്ലെ seasons, spring, autumn, winter, summer. Okay, we use centuries and in preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Can you give me some examples? You understand? Clear ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? Excuse me, please say. മനസ്സിലായോ? This year in 2004. This year in 2004. Sajida, please speak up. Could you please speak up? This year in 2004. This year is we are This living year in. in 2004. Okay. Then what else? We are living in. In the year of 2024. Okay. Then next, anyone else? Please give me some examples. We are living in 20th century. We can say that we are living in 20th century. മനസ്സിലായോ? Clear ആണോ? Only Joby is responding. What about others? Okay. Then next one is അതായത് ഇയേഴ്സിന്റെ മുൻപിലും മന്ത്സ് മാസങ്ങളുടെ മുൻപിലും സീസൺസ് ഡിക്കേഡ് സെഞ്ചുറീസ് ഇൻ ഉപയോഗിച്ച് പ്രിപ്പോസിഷൻ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഇറ്റ് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ്. In the 20th century, we are living in the 20th century. We are living in the 20th century. Okay, in the past, in the present, in the future, long periods of time, we use preposition in ഉപയോഗിച്ച് പറയുന്നു. In the present, it is happened. In the present. Okay, she joined our company in July. In July. In the month of July, ജൂലൈയുടെ മുമ്പിൽ അതായത് മാസങ്ങൾക്ക് മുമ്പിൽ she joined our company in July. You can say that she joined in our company in. Okay, she joined our company in July. She joined our company in July. Preposition of time in ഉപയോഗിക്കുന്നു. Okay. Then next one, for longer periods, in the Middle Ages it is happened. In the Middle Ages it is happened. This was done in the Middle Ages. In the past, I used to live in this house. Past ഞാൻ ഇവിടെയാണ് താമസിച്ചിരുന്നത്. I used to live in this house. Okay. Then in the next case, we see that it is used with the shorter periods. അതായത് longer periodsനൊപ്പം അതായത് കൂടുതൽ നീണ്ടു നിൽക്കുന്ന സമയം. Shorter periods വെച്ച് കുറച്ച് കാലയളവ് അല്ലേ? Shorter periods of time such as morning, parts of the day, evening, afternoon ഒപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? Preposition in ആണ് ഉപയോഗിക്കുന്നത്. Preposition in ഉപയോഗിച്ച് പറയും. It is used with the shorter periods of time such as morning, in the morning, in the evening, okay, in the afternoon. We use in. Okay.
മോർണിംഗ് അല്ലെ, മോർണിംഗ് പാർട്സ് ഓഫ് ദ ഡേ വി യൂസ് ദ പ്രിപ്പോസിഷൻ ഇൻ ഉപയോഗിച്ചാണ് പറയുന്നത്. ഓക്കെ, ഐ മെറ്റ് ഹിം ഇൻ ദ മോർണിംഗ്, അവനെ കണ്ടത് മോർണിംഗിലാണ്, ഇൻ ദ മോർണിംഗ്. ക്ലിയർ ആണോ? Parts of the day, when we say about the parts of the day, short period of time, we use the preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Then shorter period of time എന്ന് പറയുമ്പോൾ he will join work in a few days. ഇതിന് പകരം within ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ഇന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. Within a few days, it's right. Same, the meaning is same. He will join work in a few days. കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ join ചെയ്യും. Okay, he will join work in a few days. കുറച്ച് ദിവസത്തിനുള്ളിൽ, for a shorter period of time, we use the preposition in ഉപയോഗിച്ച് പറയുന്നു. I'll see you in 2 weeks time. 2 weeksനുള്ളിൽ ഞാൻ അവനെ കാണും. അല്ലെ, ഞാൻ അവനെ I'll see you, ഞാൻ നിന്നെ കാണാം. I'll see you in 2 weeks time. I'll see you in 2 weeks time. Okay, shorter period of time, we use the preposition in. I'll see you in few weeks, in 2 weeks time. I'll see you in 2 weeks time. Then he will join work in a few days. കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ വർക്കിൽ ജോയിൻ ചെയ്യും. Clear ആണോ? Then in the afternoon, in the morning, in the evening, parts of the day. Okay, parts of the day പറയുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. But at the same time, when we say about night പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു? Can you say which preposition we use? But we use at before night. Yes, night in the മുൻപിലായിട്ട് in front of night, we use the preposition at ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. I'll make a cake at night. At night, അല്ലെ? I'll make a cake at night. നൈറ്റിന് മുൻപിൽ മാത്രം, ബാക്കി മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഒക്കെ നമ്മൾ in ചേർത്തിട്ടാണ് ഇന്നാണ് ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷൻ ഇന്നാണ് ഉപയോഗിക്കുന്നത്. But at the same time, we use at before night. നൈറ്റിന് മുൻപിലായിട്ട് at ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, at night. ഓക്കെ, ക്ലിയർ ആണോ? Clear ആണോ? Parts of the day, shorter period of time, we use in. Then when we say about months, years in the മുൻപിൽ, months in the മുൻപിൽ, she will join our company in July. Okay, ജൂലൈയിലാണ് അവൾ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. Okay, then centuries, we are living in the 20th century. അല്ലെ, നമ്മൾ സെഞ്ചുറീസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ for longer periods, in the past, in the present, in the future, we use the preposition in ഉപയോഗിച്ചിട്ട് പറയുന്നു. Okay, clear ആണോ? In the next one, it is used with the shorter periods, within a few days. അതിന് പകരമായിട്ട് നമ്മൾ in ഉപയോഗിച്ച് പറയുന്നു. In a few days, I'll meet you in a few days. Okay, then I will see you in 2 weeks time. I'll see you in 2 weeks time. He will join work in a few days. All these are the examples. Okay, then for shorter periods, parts of the day, evening, morning, afternoon, we use in. Then what else? I watched a movie in the morning. The example is I watched a drama. I watched a drama in the morning. In the morning. Okay, I'll call you in the afternoon. In the afternoon, ഞാൻ വിളിക്കാം. I am going to her place in the evening. Eveningലാണ് ഞാൻ അവളുടെ പ്ലേസിൽ പോകുന്നത്. I am going to her place in the evening. But we use that before night. നൈറ്റിന് മുൻപിലായിട്ട് നമ്മൾ at ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. For example, I'll make a cake at night. At night. Okay, clear ആണോ? ഇന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Preposition of time ആയിട്ട് in എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? Preposition of place എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആണോ എല്ലാവർക്കും?
Clear ആണോ? Excuse me. Okay, then we are going to discuss about on. അല്ലെ, on preposition of place ആയിട്ടും preposition of time ആയിട്ടും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ് on. അല്ലെ, എപ്പോഴും നമ്മൾ on എപ്പോഴാണ്? To refer a location on a surface, അതായത് ഒരു പ്രതലത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ the books are on the table. അല്ലെ, the books are on the table. അല്ലെ, ആ സർഫസിന്റെ മുകളിലാണ് ബുക്സ് ഉള്ളത്. The books are on the table. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർഫസിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ on ഉപയോഗിച്ച് preposition on ആണ് അവിടെ ഉപയോഗിക്കുന്നത്. She sat on the chair. അല്ലെ, മുകളിലിരുന്നു, ചെയറിന്റെ മുകളിലിരുന്നു. She sat on the chair. To refer to a location on a surface. ഒരു ലൊക്കേഷൻ, സർഫസിന് മുകളിലുള്ള ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ on ഉപയോഗിച്ച് പറയുന്നു. Write this down on a piece of paper, but at the same time write this in your notebook. Okay, ഒരു notebook, enclosed area. അല്ലെ, നമ്മൾ when we refer an enclosed area we use what? We use in, the preposition in. അല്ലെ, നമ്മൾ പറഞ്ഞു write this down write this down in your notebook. Okay, please write this down in your notebook. You say that notebookil എഴുതൂ, notebookil എഴുതൂ. പക്ഷേ പേപ്പറിൽ please write this down on a piece of paper. അല്ലെ, ഒരു പേപ്പറിൽ എഴുതൂ. അല്ലെ, പേപ്പറിന് മുകളിൽ എഴുതൂന്നേ പറയുള്ളൂ. Okay, write this down on a piece of paper. Okay, on a paper. അങ്ങനെയാണ് പറയുന്നത്. നോട്ട്ബുക്കിൽ in ഉപയോഗിക്കുന്നു. But at the same time when we say about write this down on a piece of paper, we use the preposition on. പേപ്പറിന്റെ മുകളിൽ എഴുതൂ. Okay, clear ആണോ? Write this down on a piece of paper. Then next one, my office is on the third floor. On the third floor. നേരത്തെ പറഞ്ഞു my office is in this building. ഈ ബിൽഡിങ്ങിലാണ് എന്റെ ഓഫീസ്. പക്ഷെ ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ on the third floor നമ്മൾ ഉപയോഗിക്കുന്നു on. ഓക്കെ, ഏത് ഫ്ലോറിലാണ് എന്റെ ഓഫീസ് ഉള്ളത്, ഏത് ഫ്ലോറിലാണ്? on the third floor. തേർഡ് ഫ്ലോറിന് മുകളിലാണ്, അല്ലെ, തേർഡ് ഫ്ലോറിലാണ്. അപ്പൊ നമ്മൾ on ഉപയോഗിച്ച് പറയുന്നു my office is on the third floor. Clear ആണോ? Clear? Excuse me. Clear ആണോ? Yes. Then can you give me some example by using on to refer to the location? My bedroom is on the first floor. Yes, very good. My bedroom is on the first floor. It's good. Then My phone on the table. yes, my phone is on the table. It's good. It's good. Then we can sit on a chair. Yes. Yes, we can sit on the chair. Okay. Then next one, when we say about public transportation, in നമ്മൾ ഇന്ന് നോക്കിയപ്പോൾ കണ്ടു സ്മോൾ വെഹിക്കിൾസ് പറയുമ്പോൾ, അതായത് ടാക്സി, കാർ പറയുമ്പോൾ നമ്മൾ ഗെറ്റ് ഇൻ ടു ദ കാർ, ഇന്ന് ഉപയോഗിച്ച് പറയുന്നത് ഗെറ്റ് ഇൻ ടു ദ കാർ. Then when we say about the public transportation like bus, train, metro, then what else? Plane. We use the preposition on. Large vehicles, usually the public transport. When we refer public transport, we use the preposition on. He's on the bus now. He's traveling on the bus now. Okay, I am on the train. Okay, I am on the train. Then I saw him on the bicycle. നേരത്തെ പറഞ്ഞതാണ് ബൈസിക്കിൾ, ബൈക്ക് എല്ലാം നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ
ഓൺ ആണ്. പ്രിപ്പോസിഷൻ ഓൺ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഓൺ പ്രിപ്പോസിഷൻ ഓൺ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. I saw him on the bicycle. Okay? Clear ആണോ? Clear ആണോ? On the train. He's on the bus now. Then you can't make phone calls on a plane. You can't. You can write it down. I'm on the way. It's good. I'm on the way. You can say that. I'm on the way. I'm on the bus. I'm on the bus. You can't make phone calls on a plane. You can't make phone calls in Adila. You can't make phone calls on a plane. Okay. When we say about public transportation, we use on. Okay, the preposition on ആണ് ഉപയോഗിക്കുന്നത്. Public transportation കാര്യങ്ങൾ പറയുമ്പോൾ on ഉപയോഗിച്ച് പറയുന്നു. The next one we see that to refer to media. അതായത് print media newspaper ആണെങ്കിൽ I read in the newspaper. I read. Okay, I read in the newspaper. I read the news in the newspaper. Okay, I saw this in the newspaper. In ഉപയോഗിച്ച് പറയുന്നത് newspaper. അല്ല print media ആണ് newspaper in ഉപയോഗിച്ചിട്ടാണ് preposition in ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. But at the same time we use when we say about the media like TV, radio, internet and other channels. When we say about other channels like BBC, Asianet, all the channels, we use on. Okay, on ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. On ആണ് അവിടെ preposition on ആണ് അവിടെ ഉപയോഗിക്കുന്നത്. Okay, I saw this news on the TV. ഈ ന്യൂസ് ഞാൻ കണ്ടത് ടിവിയിലാണ്. On the TV. I saw this news on the TV. The news headlines broadcasted on BBC. The news headlines broadcasted on BBC. BBC-ലാണ് ഇത് news headlines broadcast ചെയ്തത്. Okay. When we say about media, we use on, the preposition on. Clear ആണോ? Yes. A crow on a tree. Yes, on the tree. Yes, good. A crow is on the tree. A crow is sitting on the tree, you can say. A crow sits on a tree. Okay, fine. Then, when we say about, in the next case, when we say about a particular day or date, we use that. But on ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. Before we say that, but in which case we use in before in front of years. Rather, when we say about years, months, we use in here to say about a particular day or date. Particular day ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? On ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. On Sunday, the picnic is planned on Sunday. The picnic is planned on Sunday. സൺഡേയിലാണ് പിക്നിക് പ്ലാൻ ചെയ്തത്. On പറയുന്നു. ഡേ ആണ്. ഡേറ്റ് അല്ലെങ്കിൽ ഡേ പറയുമ്പോൾ നമ്മൾ on ഉപയോഗിച്ചിട്ടാണ്. preposition on ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. My birthday is on May 18th. My birthday is on May 18th. May 18th-നാണ് എന്റെ birthday. My birthday is on May 18th. I'll see you on your birthday. അതായത് ഡേ വെച്ച് റെഫർ ചെയ്യുന്ന സ്പെസിഫിക് ഡേയ്സിനെ കുറിച്ച്. ബർത്ത്ഡേ. Okay, birthday. Then what else? I'll see you New Year. ഏതെങ്കിലും സ്പെസിഫിക് ഡേയ്സ് ആണ് പറയുന്നതെങ്കിലും നമ്മൾ on ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. On ആണ് ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് ഡേയ്സിനെ കുറിച്ച് പറയുമ്പോൾ I will see you on your birthday. My birthday is on May 18th. The picnic is planned on Sunday. To refer to a particular day or date, we use what? On ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Anne was born on the 12th of March. A specific date is mentioned in the sentence. 12th of March. On the 12th of March. Anne was born on the 12th of March. 12th മാർച്ചിലാണ് അവൾ ജനിച്ചത്. And was born on the 12th of March. ഡേറ്റിന് മുൻപിൽ on ആണ് ഉപയോഗിക്കുന്നത്. I went there on Monday. I went there on
മൺഡേ. ഞാൻ അവിടെ പോയത് മൺഡേയിലാണ്. ഐ വെന്റ് ദർ ഓൺ മൺഡേ. ഓക്കെ, ഐ വെന്റ് ദർ ഓൺ മൺഡേ മോർണിംഗ്. ഓക്കെ, ഐ വെന്റ് ദർ മൺഡേ മോർണിംഗ് ഓർ സൺഡേ മോർണിംഗ്, സൺഡേ ഈവനിങ് ഒക്കെ പറഞ്ഞാലും നമ്മൾ ഡേയ്സിന് മുൻപിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. പ്രിപ്പോസിഷൻ ഓൺ ആണ് ഉപയോഗിച്ച് പറയുന്നത്. Then he gave a party on his birthday. Okay, he gave a party on his birthday. Birthday, New Year's Day, okay, Republic Day, Independence Day. ഓരോ സ്പെസിഫിക് ഡേയ്സിന് മുൻപിലും നമ്മൾ പ്രിപ്പോസിഷൻ ഓൺ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. റിപ്പബ്ലിക് ഡേ, ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ, ഒരു സ്പെസിഫിക് പർട്ടിക്കുലർ ഡേയ്സിന് മുൻപിലും പ്രിപ്പോസിഷൻ ഓൺ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. I visited my parents on the New Year's Day. On the New Year's Day, I visited my parents on the New Year's Day. Okay, clear ആണോ? സ്പെസിഫിക് ഡേയ്സിനെ കുറിച്ച് പറയുമ്പോഴും then date, days, പ്രത്യേക ദിവസങ്ങള് അതിനെ കുറിച്ച് പറയുമ്പോഴും ഓൺ ആണ്, പ്രിപ്പോസിഷൻ ഓൺ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. Clear ആണോ? Can you give me some examples? ഓൺ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയോ? ഓൺ. Mahatma Gandhi was born on 2nd October. Yes, good. Okay. Mahatma Gandhi was born on the date. Before a date, we use on, the preposition on. Very good. Then, anyone else, please give me. You can speak. Yes, tell me. November 1st is Kerala Puravi. Yes. Then what else? We celebrate Kerala Puravi on November 1st. Yes. Okay, then next one. Anyone? Please give me. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ, ഓൺ. ഓക്കെ, ഇനി അറ്റ് കൂടി അല്ലെ, ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നോക്കാം. അറ്റ് ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്ന് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഓൺ. The next one is at. With exact time we use at. We use at with exact time. പ്രത്യേക particular time നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. At 3 o'clock, I will see you at 3 o'clock. അല്ലെ, ഞാൻ നിന്നെ 3 മണിക്ക് കാണും. I will see you at 3 o'clock. A specific time in a മുൻപിൽ, a point of time we use at ഉപയോഗിച്ച് പറയുന്നത്. The meeting ended at 10:30 a.m. The meeting ended at 10:30 a.m. 10:30 മീറ്റിംഗ് എൻഡ് ചെയ്തത് അല്ലെ, അവസാനിച്ചത്. The meeting ended at a specific time is given. In front of that we use at. Preposition at is used when we refer a specific point of time. We had lunch at noon. At noon അല്ലെ, ഒരു സമയമാണല്ലേ. At noon means what? 12 p.m. 12 p.m. At noon, at midnight, at sunrise, at sunset, at night. We already discussed that. Before night we use at. The preposition at is used before night. At lunchtime, at moment. Okay, at this moment, at this moment, at the moment. Okay, we use that to specify, to refer a specific time, an exact time. We use the preposition at. At ഉപയോഗിച്ചിട്ടാണ് ഒരു particular time, specific point of time refer ചെയ്യുന്നത്. At ഉപയോഗിക്കുന്നു. അതിന്റെ മുൻപിലായിട്ട് at ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. I will see you at 3 o'clock.
Okay, I will see you at 3 o'clock. The meeting ended at 10:30 a.m. 10:30 the meeting ended. We had lunch at noon. ഞങ്ങള് noonല് food കഴിച്ചു, lunch കഴിച്ചു. We had lunch at noon. Then at midnight, 12 a.m. in the midnight. Okay, at midnight, at sunrise, at sunset, at night. We use അല്ലെ അതിന് മുകളിലായിട്ട് അതിന് മുൻപിലായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? പ്രിപ്പോസിഷൻ അറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സ്പെസിഫിക് ടൈമിന് മുൻപില് അറ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ തരാമോ? I fell asleep at midnight. I fell asleep at midnight. We can write, I fell asleep at midnight. I fell asleep at midnight. Then in the next case, at is used to refer to, before that, specific point or a location we use at. Then to say about any activities we engaged in. നമ്മൾ ഏതെങ്കിലും ഒരു activities engaged ആണ്, നമ്മൾ involved ആയി. We stayed at home all day. അല്ലെ? ദിവസം മുഴുവനും വീട്ടിലായിരുന്നു. We stayed at, engaged ആയിരുന്നു. അല്ലെ? Any activities. അത് പറയുമ്പോഴും നമ്മൾ at ഉപയോഗിച്ച് പറയുന്നു. We stayed at home. നമ്മൾ എവിടെയായിരുന്നു? അല്ലെ? We stayed at work until 7 p.m. 7 മണി വരെ നമ്മൾ വർക്ക് പ്ലേസിലായിരുന്നു, അല്ലെങ്കിൽ വർക്കിൽ മുഴുകിയിരുന്നു പറയുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിന്റെ കാര്യം മെൻഷൻ ചെയ്യുമ്പോഴും അറ്റ് ഉപയോഗിച്ച് പറയാം. ഓക്കെ, ടു റെഫർ ടു എനി ആക്ടിവിറ്റീസ് വി എൻഗേജ്ഡ് ഇൻ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി കൂടിച്ചേർക്കാനുണ്ട്. ടു റെഫർ എ സ്പെസിഫിക് ലൊക്കേഷൻ, ഒരു സ്പെസിഫിക് ലൊക്കേഷൻ. Okay, I met my teacher at the library. Okay, I met my teacher at the library. You can add it. Okay, to specify a location. To refer a specific point, a location we use at. At ഉപയോഗിച്ചിട്ട് പറയുന്നു. To refer a specific point or a location we use at. A specific point ആകാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആകാം, അതിന് മുൻപിലായിട്ട് at ആണ് ഉപയോഗിക്കുന്നത്. Preposition at ഉപയോഗിച്ച് പറയുന്നു. At the bus stop. Okay, at the restaurant. We use at the restaurant. At the bus stop. We are at the museum right now. We are at the museum. അല്ലെ? മ്യൂസിയത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. We are at the museum right now. We are at the museum. Yes, my house is at Vadagara. Specific location ആണ്. Location ആണ് അല്ലെ? My house is at. You can say that. I met my teacher at the library. You can add it this. Okay, you can add it. I met my teacher at the library. Library വെച്ചാണ് എന്റെ ടീച്ചറിനെ ഞാൻ കണ്ടത്. സ്പെസിഫിക് ലൊക്കേഷൻ പറയുന്നു അല്ലെ? I met my teacher at the library. She dropped me at the station. She dropped me at the station. സ്റ്റേഷനിൽ വെച്ചാണ് അവളെന്നെ ഡ്രോപ്പ് ചെയ്തത്. She dropped me at the station. സ്റ്റേഷനിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. She dropped me at the station. സ്റ്റേഷനിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. Okay, there is somebody at the front door. Front doorൽ ആരോ ഉണ്ട്. ലൊക്കേഷൻ ആണ് അല്ലെ? ഒരു ലൊക്കേഷൻ പോയിന്റ് അല്ലെ? സ്പെസിഫിക് പോയിന്റ് പറയുന്നുണ്ട് അവിടെ. There is somebody at the front door. There is somebody at the front door. Okay, we are at the traffic light. We are at the traffic light. We are at the traffic light. Okay, പിന്നെ നമ്മൾ പറയും പ്ലീസ് റൈറ്റ് യുവർ നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്. അറ്റ് ദ ടോപ്പ് അല്ലെ? അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ് എവിടെയാണ് എഴുതേണ്ടത്? നിന്റെ പേര് പേപ്പറിൽ എവിടെയാണ് എഴുതേണ്ടത്? ലൊക്കേഷനിൽ ഏത് ലൊക്കേഷൻ, ഏത് പോയിന്റിലാണ് എഴുതേണ്ടത്? അറ്റ് ദ ടോപ്പ്, അറ്റ് ദ ബോട്ടം. വിൽ സേ ദാറ്റ് അല്ലെ? യു റൈറ്റ് യുവർ നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ page. Please write your name at the top of the page. You can say that at the bottom.
അറ്റ് ദ ബോട്ടം ഒരു പോയിന്റ് അല്ലെ സ്പെസിഫിക് പോയിന്റ് മെൻഷൻ ചെയ്യുമ്പോൾ അറ്റ് ഉപയോഗിച്ച് പറയും. ഓക്കെ, ഐ തിങ്ക് ദ ടൈം ഈസ് ഓവർ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആൻഡ് വിൽ ഡിസ്കസ് മോർ എക്സസൈസ് ബൈ യൂസിങ് ദീസ് പ്രിപ്പോസിഷൻസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി എക്സസൈസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തന്നെ എല്ലാം PDF ഫയൽ സെൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു.